ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ ഗാർഡൻ്റെ ഒരു ഭാഗം മാത്രമേ കണ്ടുള്ളൂ. ഇനി നമുക്ക് അടുത്ത സൈഡും കൂടി ഒന്ന് കണ്ടു നോക്കാം. ഇവിടുത്തെ ഗാർഡൻ ബെഡിൽ നമ്മൾ സിൽവർ ബീറ്റ് എന്ന് പറഞ്ഞൊരു ടൈപ്പിലെ ഒരു സ്പിനച്ച് ഉണ്ട്. സിൽവർ ബീറ്റ് അതിൻ്റെ റെഡാണ് ഈ കാണുന്നത്. കാണുമ്പോൾ ഇത് ബീട്രൂട്ട് മാതിരി ഇരിക്കും, പക്ഷേ ഇത് ഒരു ടൈപ്പിലെ ചീരയാണ്. കൂടാതെ നമ്മുടെ പച്ചച്ചീരയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാം കൂടെ മിക്സ്ഡാണ്. ക്യാരറ്റ് ഉണ്ട്, ചീരയുണ്ട്, അതുപോലെ തന്നെ വഴുതനങ്ങ അതിൻ്റെ ഇടയ്ക്കിരിപ്പുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ ചീരയുണ്ട്. ഇത് കണ്ട എൻ്റെ 10 മണിച്ചെടി ഉണ്ട്. 10 മണിച്ചെടി ഉണ്ട്, പൂവിട്ട് നിൽക്കുന്നുണ്ട്. ഉണ്ട് യെല്ലോ, വൈറ്റ്, ഇത് ഒരു റെഡ്, ഇവിടെ പിങ്ക് ഉണ്ട്. നമ്മുടെ സ്ട്രോബെറിയാണ്. കിളിശല്യം കൂടുതലായതുകൊണ്ടാണ് ഇവിടെ വലയിട്ടിട്ടിരിക്കുന്നത്. സ്ട്രോബെറി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുറേ കായ്ക്കുന്നുണ്ട്. ഇപ്പോൾ പൂവിട്ട് നിൽക്കുന്നതുണ്ടോ? ഇതൊക്കെ കായ് വരാനുള്ളതാണ്. നിറച്ച് കാ വരും ഇതിൽ. ഇപ്പോൾ ചെറിയ ചെറിയ കായകളാണ് ഇതിനകത്ത് കിടക്കുന്നത്. പിന്നെ ഒരു സാധനം കാണിക്കാൻ വന്നുണ്ടല്ലോ, ഇത് കണ്ടോ നിങ്ങൾ? ഒരു അടിപൊളി സൂര്യകാന്തി പൂവാണ്. ഇതിൻ്റെ ഓരോ സൈഡിലായിട്ട് വരുന്നുണ്ടേ. ഇത് ഇപ്പുറത്തെ സൈഡിൽ ചെറുത് വരണം, താഴെ ഒരു മുട്ട്. ഉണ്ടോ? ഈ സൈഡ് മുഴുവൻ സൂര്യകാന്തി നട്ട് വെച്ചേക്കുവാണ്. ഇനിയുള്ളത് നമ്മുടെ റോസയാണ്. നമ്മുടെ റോസയൊക്കെ നല്ല പോലെ പൂവിടും. നിറച്ച് പൂവായിരുന്നു. ആ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയി. ഇനിയിപ്പോൾ പുതിയ മുട്ട് വരണം. പുതിയ നാമ്പെടുത്തിട്ടുണ്ട്, അപ്പോൾ അതിലൊക്കെ മുട്ട് വരും. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഈ കാന്താരിയാണ് വെച്ചേക്കുന്നത്. കാണാൻ പറ്റേ? ഇവിടെ ഇതൊക്കെ കാന്താരിയാണ്. ഈ സൈഡ് ഉണ്ടോ? തക്കാളി ഉണ്ടോ? നല്ല പോലെ കാഴ്ച നിൽക്കുന്നുണ്ട്. 2 ചോടി തക്കാളി ഉള്ളു, പക്ഷെ നല്ല പോലെ നിറഞ്ഞു കിടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ആയിട്ട് കണ്ടോ? ഇത് മുഴുവൻ പുറകിലിരിക്കുന്ന മുഴുവൻ വഴുതനങ്ങയാണ്. ഇത് കണ്ടിട്ടുണ്ട്, സെല്ലറിയാണ്. നമ്മൾ മറ്റേ വെജിറ്റബിൾ ജ്യൂസൊക്കെ എടുക്കുമ്പോൾ വളരെ നല്ല സാധനം കേട്ടോ, ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ്. കൂടാതെ ചിക്കൻ കറിക്കൊക്കെ ഇത് ഇടാറുണ്ട്. ഇതിൻ്റെ തണ്ട്. നമ്മളുടെ സ്ട്രോബെറിയാണ്. സ്ട്രോബെറി താഴോട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുക. ഇതിനിയിപ്പം അടുത്ത പ്രാവശ്യം ഇതെടുത്ത് ഓരോന്നും മാറ്റി വെക്കണം. ഇത് ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് വെക്കുമ്പോൾ അതിലിങ്ങനെ വേര് വന്നിട്ട് അത് വളർന്നോളും. ഈ സൈഡിലും കണ്ടോ? ഈ സൈഡിലും നല്ലപോലെ അത് പടന്ന് വരുന്നുണ്ട്. ഞങ്ങളുടെ ഒരു വൈറ്റ് റോസ് അത് ഉണങ്ങി നിൽക്കുക, അങ്ങോട്ട് ഇതാവുന്നില്ല. ഇപ്പോഴും നിറച്ച് പൂക്കൾ വരുന്നതാണ്. ഇവിടെ ഒരു കറിവേപ്പുണ്ട്, ഉണ്ടോ? അമ്മച്ചി എൻ്റെ മോള് ഭാഗം ഒടിച്ച് വെച്ചിരിക്കും, അത് കണ്ടായിട്ട് വരാൻ വേണ്ടിയിട്ട്. സൈഡിലൊക്കെ നമ്മൾ ഇത് വെച്ചേക്കുന്നത് തക്കാളിയാണ്. തക്കാളി ഇങ്ങനെ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് വെച്ചേക്കുക. ഒരു എക്സ്ട്രാ വന്നിരുന്ന സീഡ്ലിങ്സാണ്, അതെടുത്ത് ഞങ്ങൾ സെപ്പറേറ്റ് ആക്കി എടുത്ത് വെച്ചു. ഇവിടെയുണ്ട് തക്കാളി പഴുത്തത്. ഇത് അത്ര വലുപ്പം വെക്കാത്ത തക്കാളി, ഇത് അങ്ങനത്തെ ടൈപ്പാണ്. പിന്നെ ഉള്ളത് പനിക്കൂർക്ക ഉണ്ടോ? ഇവിടെ ചുമയും പനിയൊക്കെ വന്നു കഴിയുമ്പം വേണ്ട മെയിൻ സാധനമാണ് ഇത്. ഇതൊക്കെ ക്യാപ്സിക്കവും കാന്താരിയൊക്കെയാണ്. പിന്നെ ഇത് മിൻ്റ് ഇങ്ങനെ കാട് പിടിച്ച് നിൽപ്പുണ്ട്. മിൻ്റുണ്ടോ? മിൻ്റ് നമ്മുടെ കറിവേപ്പില. ഇത് ഇച്ചിരി വലുതായ കറിവേപ്പാണ്. കുറേ വർഷങ്ങളായിട്ട്, 4-5 വർഷത്തോളമായി, 4-5 അതിൽ കൂടുതലായിട്ടുണ്ട്. പിന്നെ ഈ സൈഡ് മുഴുവൻ നമ്മൾ തക്കാളി നട്ടേക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ചീരയുണ്ട്. തക്കാളി നിങ്ങൾക്ക് കാണാം നല്ലപോലെ വലിപ്പം വെച്ച് കിടക്കുന്നത്.
ഇതുണ്ടോ, ഇത് കണ്ടോ, ഒരു കൊലയിൽ തന്നെ എത്ര എണ്ണം വന്നേക്കുന്നതെന്ന് നോക്കി. ഒരു 5-7 ഉണ്ട് ഒരു കൊലയിൽ തന്നെ. നമ്മുടെ മറ്റേ പിടിപ്പയറില്ലേ, ലോങ് പയർ, അതായത് കേട്ടോ. ഇതിനും പടങ്ങ് കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ ഭാഗത്താണ് തക്കാളിക്ക് കൂടുതൽ വലുപ്പമുള്ളത് ഞാൻ കണ്ടത് കേട്ടോ. കണ്ടോ, കൊലയായിട്ട് നിൽക്കുന്നുണ്ടോ. ഒത്തിരി കാഴ്ച നിൽപ്പുണ്ട്. ഇത് മറിഞ്ഞൊന്ന് വീഴുന്നെങ്കിൽ നല്ലപോലെ ഫലം കിട്ടും. പിന്നെ ഇതിൻ്റെ പുറകിലായിട്ട് ബീൻസാണ്, ക്ലൈമ്പിംഗ് ബീൻസാണ്. ഉണ്ടോ, ചെറുതായിട്ട് നിൽപ്പുണ്ട്. ഞാൻ കുറച്ച് രണ്ടും പറിച്ചായിരുന്നു നേരത്തെ, അതുകൊണ്ട് ഇതിലൊന്നും കാണാൻ തോന്നുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഒരൊറ്റ നിൽപ്പുണ്ട്. ഞങ്ങൾ ഇത്തവണ വെച്ചാണ്. ഞങ്ങളുടെ പിയറാണ്, പിയർ 1-2 വർഷം കൊണ്ട് കായൊക്കെ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എന്തോ ഇലയിൽ എന്തൊക്കെയോ ചെറിയ പാടുകളൊക്കെ ഉണ്ട്. അടുത്ത പ്രാവശ്യം മരുന്നൊക്കെ തളിക്കണം. ഇത് കണ്ടോ, ഇത് ഞങ്ങളുടെ പ്ലമ്മാണ് കേട്ടോ. ഇത് വലുതായിട്ട് വേണം ഞങ്ങൾക്ക് പ്ലം പറിക്കാൻ. ചെറിയ കായൊക്കെ ഇട്ടായിരുന്നു, പക്ഷെ അത് കൊഴിഞ്ഞു പോയി. പക്ഷെ ഇത്തവണ വെച്ചതേ ഉള്ളൂ. ഒരു 1-2 വർഷം ആയിക്കഴിഞ്ഞാൽ അതിൽ നല്ലോണം കാ വരുള്ളൂ. പിന്നെ ഈ സൈഡിൽ കണ്ടോ, ഈ സൈഡിലും തക്കാളിയാണ് മെയിനായിട്ട് നട്ടേക്കുന്നത്. ഇടയ്ക്ക് ചീരയൊക്കെയുണ്ട്. പിന്നെ നിങ്ങൾ കാണിക്കാനുള്ള ഇത് കണ്ടോ, ഇത് അസ്പരാഗസ് ആണ് കേട്ടോ. ഇത് ഞാൻ ഇടയ്ക്ക് ഇന്നലെ കുഞ്ഞുങ്ങൾക്ക് തോരൻ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറിച്ചായിരുന്നു. ഇത് ഇങ്ങനെ, ഇത് ഞാൻ പറിച്ചതിൻ്റെ ബാക്കിയാണ്. ഉണ്ടോ, ഇത് വേരാണ്. വേരയിൽ നിന്ന് ഇങ്ങനെ തണ്ട് കണക്ക് വരും. അത് നമ്മൾ ഒടിച്ചെടുത്തിട്ട് തോരനാക്കി പിള്ളേർക്ക് കൊടുക്കാം. വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഗാർഡൻ കാഴ്ചകൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.